ഏറ്റവും പ്രധാന കാര്യം, അവരെ ഏറ്റവും ഡിസ്റ്റേബ് ചെയ്യുന്ന കാര്യം ഇതൊന്നുമല്ല. വേടന് ഏറ്റവും നല്ല എഴുത്തുകാരനുള്ള അവാർഡ് കൊടുക്കുന്നു. വേടൻ RSSൻ്റെ പ്രഖ്യാപിത ശത്രുവാണ്. RSS മുന്നോട്ട് വെക്കുന്ന നാം എല്ലാവരും ഒരൊറ്റ ഹിന്ദു എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിവേരറക്കുന്ന വരികൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. പാണനല്ല, പറയാനല്ല, നീ തമ്പുരാനുമല്ല എന്ന വാക്കാണ് അവരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയിട്ടുള്ള വാക്ക്. കാരണം RSS എപ്പോഴും ആഗ്രഹിക്കുന്ന, ഹിന്ദുത്വ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്ന ജാതീയമായ ഈ ശ്രേണി വ്യവസ്ഥ, അതിനെ നിരന്തരം ആക്രമിക്കുന്ന ഒരാൾ എന്ന് മാത്രമല്ല, ബാക്കി പലരെയും പോലെ, ഈ പറഞ്ഞ ചിന്തകന്മാരെയും പോലെ, എഴുത്തുകാരെ പോലെ ആക്രമിക്കുകയല്ല. അയാൾ അതിനെ ഒരു പോപ്പുലർ ആർട്ടാക്കി മാറ്റുകയും അതിന് പിന്നാലെ 10,000-കണക്കിന് പുതിയ ചെറുപ്പക്കാർ വന്നു ചേരുകയും ആ ചെറുപ്പക്കാരെല്ലാവരും കൂടി ഞാൻ പാണനല്ല, പറയാനല്ല, നീ തമ്പുരാനുമല്ല എന്ന പാട്ട് പാടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ജാതീയ വ്യവസ്ഥയെ അവർ ചിത്ത വിളിക്കുന്ന പാട്ട് വരുന്നു. അത് വലിയ സ്വീകാര്യത ഉണ്ടാകുന്നു. അയാളുടെ ഇവൻറ്റുകൾ നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസ് പെടാപ്പാട് വിടുന്നു. സമീപകാലത്ത് സംഘപരിവാറിൻ്റെ നേതാക്കൾ തെരുവിലിറങ്ങി ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച ആരെയാണ്? വേടനെയാണ്. വേടൻ പാടുന്ന പാട്ടുകൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ അടിസ്ഥാന കലയുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടതാണോ? പട്ടികജാതിക്കാർക്ക് എവിടെയാണ് റാപ്പ് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്ന ആരാണ്? ഈ ശശികലയാണ്. ഇങ്ങനെ പട്ടികജാതിക്കാരൻ്റെ പാട്ടേ പാടാൻ പാടുള്ളൂ, അവിടെ നിർത്തിക്കോണം. അതിനപ്പുറം പോയി വലിയ പോപ്പുലർ ആർട്ടുകൾ ഉണ്ടാക്കുക, വലിയ വേദികളിൽ പാട്ട് പാടുക, സ്വീകാര്യം നേടുക, ഈ തുണിയഴിച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു. വേടൻ ഈ പറയുന്ന ഈ ജാതി വ്യവസ്ഥയും ഒപ്പം തന്നെ ഈ മേൽത്തട്ടുവാദത്തെയും ആക്രമിക്കുന്ന ഒരാൾ, അയാളെ സൈഡാക്കാനുള്ള വലിയ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കെതിരായിട്ടുള്ള പരമാവധി സംഗതികൾ എങ്ങനെ കൊണ്ടുവരാം എന്നതിൻ്റെ വലിയ ഡിഗിങ് പ്രോസസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അയാളെ ഭരണകൂടം ആദരിക്കുന്നു, അയാളെ വീണ്ടും വീണ്ടും അംഗീകരിക്കുന്നു. അത് നമ്മളൊരു സൈഡിലാക്കി അയാളെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ വീണ്ടും ഭരണകൂടം ആദരിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ വീണ്ടും പറയാറുണ്ട്, പുറത്തു നിന്നുള്ള വിമർശകരെക്കാർ കൂടുതൽ എപ്പോഴും സംഘപരിവാർ ഭയപ്പെടുന്നത് അകത്തു നിന്നുള്ള വിമർശിക്കുന്ന ആൾക്കാരെയാണ്. നമ്മൾ ഈ സമീപകാലത്ത് കൊല്ലപ്പെട്ടുള്ള പ്രധാന പേരുകളായിട്ടുള്ള ആൾക്കാരെ എടുത്തു നോക്കിയാൽ ഗോവിന്ദ് മിൻസാരുടെ പേര് അടക്കം ഇങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെടുത്ത് അകത്തുനിന്നുള്ള വിമർശകരെ, അകത്തുനിന്നുള്ള തിരുത്തൽവാദികളെ അവരൊരിക്കലും ഇഷ്ടപ്പെടുന്നത്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് എന്ത് വിമർശിക്കാം, അവരെ പെട്ടെന്ന് ചാപ്പടിക്കാം. വേടൻ അകത്താണ് നിൽക്കുന്നത്, അകത്തൊരു വലിയ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അയാൾ പറയുന്നു ഈ സിസ്റ്റത്തോട് എനിക്ക് വിയോജിപ്പാണ്. അയാൾ ഇപ്പോൾ സമീപകാലത്തൊരു ടെലിവിഷൻ ചാനൽ കൊടുത്ത അഭിമുഖത്തിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ദൈവിക സങ്കല്പത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പോലും അദ്ദേഹം രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടാണ്. അങ്ങനെ ഒരാളെ സർക്കാർ ആദരിക്കുന്നു പറയുമ്പോൾ അതിനെ കെടുത്തണം. അതാണ് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഘാതം. അതാണ് ഈ വിമർശനത്തിൻ്റെ മൊത്തം കാതൽ എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. നോക്കൂ, അതിൽ തന്നെ മന്ത്രി സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പ്രതികരണം ഞങ്ങൾ വേടന് പോലും കൊടുത്തു, ഞങ്ങൾക്കതിന് മടിയില്ല. എന്ന് വെച്ചാൽ വേടൻ ഏതോ ഒരു ഇസ്പയുടെ ഏഴാങ്കൂലി, അയാളെ പോലും പരിഗണിച്ചു ഞങ്ങളെന്ന് പറയുന്ന ഒരുതരം പ്രത്യേക വരേണ്യ ബോധമാണ്, ഉപരി ബോധമാണ് ഇദ്ദേഹമൊക്കെ കൊണ്ടു നടക്കുന്നത് എന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു പ്രശ്നം, സംഘപരിവാർ ഇത്തരം സംഗതികളെല്ലാം പേര് കണ്ടെത്തുകയും വിമർശിക്കുകയും സ്വാഭാവികമാണ്, അവരുടെ പണി ഇതാണ്. ഇത് പക്ഷേ അവർക്ക് വീണ്ടും ആഘാതമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നിലയ്ക്ക് സർക്കാരിൻ്റെ ഒരു മികച്ച ഇടപെടലാണ്. എന്നാലും ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള ചില പോയിൻറ്റ്സ് അവിടെ ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുക. കാരണം വേടനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അലിഗേഷൻസും കേസും അയാൾക്കെതിരെ ഉണ്ട്. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നത് എന്ന പ്രശ്നത്തെ പലരും പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടായിട്ട് കാണണമെന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. മോഹൻലാലിനെതിരെ ആനക്കൊമ്പ് കേസുണ്ട്, അപ്പോൾ അതിന് അവാർഡ് കിട്ടുന്നത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ആനക്കൊമ്പ് കേസുള്ള മോഹൻലാലിന് കിട്ടിയ ഫാൽക്കെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും ആരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് രണ്ട് നിലയ്ക്കാണ്. പക്ഷേ അയാളെ സാമൂഹികമായി എങ്ങനെ ഉൾക്കൊള്ളണം, ഏറ്റെടുക്കണം എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളപ്പോൾ തന്നെ അയാൾ നിൽക്കുന്ന രാഷ്ട്രീയമായ നിലപാടിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് അയാൾ എന്നതിനെ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സംഘപരിവാറിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ്. ആ ബുദ്ധിമുട്ട് അവർ തുറന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്.